നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ പഴം എവിടെയെങ്കിലും കണ്ടതായിട്ട്? തിരുവില്ലാമല ഗവൺമെൻറ് സ്കൂളിൻ്റെ മതിലിൻ്റെ അരികിൽ കുറേ കൊല്ലങ്ങളായിട്ട്. ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഇതിൽ നിറച്ചും വരും കായകളായി. മദ്രാസിൽ നിന്ന് വന്നതാണോ എന്തുകൊണ്ടോന്നറിയില്ല, ഈ കായ്ക്ക് മദ്രാശിപ്പഴം എന്നാണ് പറഞ്ഞിരുന്നത്. ഞാനിവിടെ 1970 ഗവൺമെൻറ് സ്കൂള് തിരുവില്ലാമല, അവിടെ 5ാം ക്ലാസ്സിൽ വന്ന് ചേർന്നത്. അന്ന് ഇന്നത്തെ പോലെ ഒരു വലിയ ഹോള്, ഇന്നത്തെ പോലെയല്ല, വലിയ ഹോളിൻ്റെ ഇടയ്ക്ക് പട്ടിക വെച്ചിട്ട്, പരമുകൊണ്ട് മറിച്ച് പട്ടിക വെച്ചിട്ട് ഉള്ള ഒരു മുറിയായി. ക്ലാസ് ഏതാണെന്ന് അറിയാൻ ഒരു വാതിൽ, ഒരു ബോർഡിൻ്റെ മുക്കിൽ ഇത്ര കുട്ടികൾ ഇന്ന തീയതിയാണ്, ഇന്ന സബ്ജക്റ്റാണ് എഴുതി വയ്ക്കും. ഇത്ര കുട്ടികൾ ഇന്ന് പ്രസൻ്റാണ്, ടോട്ടൽ ഇത്ര കുട്ടികൾ, പെൺകുട്ടികൾ ഇത്ര, ആൺകുട്ടികൾ ഇത്ര. അങ്ങനെ ആ ഒരു മുത്തശ്ശി മരം ഉണ്ടായിരുന്നു. ഞാൻ കാണുമ്പോൾ തന്നെ അത് വയസ്സായ ഒരു മുത്തശ്ശി മരം. കാറ്റ് വരുമ്പോൾ ഇത് ആടുമ്പോൾ നിലത്ത് വീഴുന്നത് നോക്കി ഞങ്ങൾ ഇങ്ങനെ നിൽക്കും. നിലത്ത് വീണ് കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് എടുത്തു കഴിഞ്ഞിട്ടോ ഇതിൻ്റെ കറുത്ത തോല് കളഞ്ഞ് ഉള്ളിലത്തെ സാധനം കഴിക്കും. ഇപ്പം ആരും കഴിക്കാറില്ല, കാരണം ഇപ്പം മരങ്ങളെ വെച്ച് പിടിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത മലയാളികളാണ്. പിന്നെ പറഞ്ഞോ ഇതിൻ്റെ കാര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ കൊമ്പുകൾ വീണ് പോയി. അവസാനം നമ്മുടെ ഗവൺമെൻറ് സ്കൂള് എൻ്റെ ഹെഡ് മാസ്റ്റർ, പിന്നെ കുറേ രക്ഷിതാക്കളും കുറേ അധ്യാപകരും ഒക്കെ കൂടി കംപ്ലൈൻറ്റ് കൊടുത്ത് ആ മുത്തശ്ശി മരത്തിനെ അവിടുന്ന് 3 കൊല്ലം കൊണ്ട് മുറിച്ചു മാറ്റി. അതിൻ്റെ ഒരു കുഞ്ഞ് വേറെ എവിടേക്കോ മുളച്ച കൂട്ടത്തിൽ മുളച്ച ഒരു കുഞ്ഞാണിത്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൊണ്ടത് പണ്ട് മുളച്ച ഒരു കുഞ്ഞാണിത്. ആ കുഞ്ഞ് വലുതായി, ആ കുഞ്ഞുങ്ങളായി, അതിൻ്റെയും കുഞ്ഞുങ്ങളായി 5-6 തലമുറയായിട്ടുണ്ടാവും ഈ പഴം. ഇന്നത്തെ കാലത്ത് ഈ പഴം തിന്നണത് വളരെ കുറവാണ്. ഇപ്പോൾ എല്ലാവരും ആവക്കാട, ഇതിപ്പോൾ തിന്നാൻ പാടുന്ന പഴമാണോ ഒന്നും അറിയില്ല. പണ്ട് ചെറുപ്പകാലത്ത് ഞങ്ങൾ ധാരാളം തിന്നും. ആദ്യം കാറ്റ് വരുന്നുണ്ടോ നോക്കി ഇങ്ങനെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് മരത്തിൽ നിന്ന് പഴം വീഴുന്നുണ്ടോ എന്നായിരുന്നു. അങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് പച്ചയാണെങ്കിൽ കഴിച്ചാൽ ഛർദ്ദിക്കും. അപ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങിയ ആൾക്കാർ വിചാരിക്കും, മധുരാശിപ്പഴം പച്ചക്ക് കഴിച്ചിട്ടാണ് ഛർദ്ദിക്കാൻ തുടങ്ങിയത്. ഒരു കാലത്ത് ഞാൻ കഴിച്ചു, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഓർമ്മയില്ല, ഛർദ്ദിച്ചപ്പോൾ ഇത് മധുരാശിപ്പഴം കഴിച്ചിട്ടാണ് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു. പച്ചപ്പഴമാണ്, പഴുത്ത പഴം തിന്നാന്ന് ചോദിച്ചിട്ട് ചീത്ത കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെയും അസുഖം കൂടി. യഥാർത്ഥത്തിൽ അന്ന് എന്തായിരുന്നു അസുഖം? ഈ ഛർദിയുടെ കാരണം കണ്ടുപിടിക്കാനുള്ള സൗകര്യം മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുണ്ടായില്ല. 2015 ഞാൻ വീണു, എൻ്റെ മൂക്കിൻ്റെ എല്ല് പൊട്ടി. 2014 വീണു, എൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി. അത് കഴിഞ്ഞിട്ട് 2021 വീണു, നട്ടെല്ലിന് ചതവ് പറ്റി. ഇപ്പം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അതുകൊണ്ട് വൈകുന്നേരം നടക്കാൻ പോകാറില്ല. അന്ന് 10 കൊല്ലമായിട്ട് ഞാൻ ഇപ്പം മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും. മറ്റേത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തുമായിരുന്നു. ഛർദിയുടെ കാരണം എന്താണ് ഈ ഇടയ്ക്കാണ് മെഡിക്കൽ രീതിയിൽ കണ്ടുപിടിച്ചത്. അന്ന് ഡോക്ടറെ പോയി കാണിക്കും. അപ്പോൾ വിചാരിക്കും, ചീന വല്ല പഴം കഴിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ വേവാത്ത ചോറ് കഴിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചപ്പുളി തിന്നിട്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കാം. നമുക്ക് പച്ചപ്പുളിയൊക്കെ റോട്ടിങ്ങനെ വീണ് കഴിഞ്ഞാൽ എടുത്ത് തിന്നണ സ്വഭാവം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതൊന്നും ആയിരുന്നില്ല. സോഡിയത്തിൻ്റെ ലെവലും വൈറ്റമിൻ ഡിയുടെ കുറവും ഹോർമോണൽ ഇൻബാലൻസും കാരണം വരുന്ന ഒരു അസുഖമാണെന്ന് ജനിച്ചപ്പോൾ തന്നെ
ഈ അസുഖം ഉണ്ടായിരുന്നു. തല എപ്പോഴും ഒരു വശത്തേക്ക് മാത്രം ഇങ്ങനെ ചെരിച്ചിരിക്കും. കാണുന്ന ആൾക്കാർ വിചാരിക്കും ഞാൻ ഉറക്കം തൂങ്ങാനാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഉറക്കം തൂങ്ങിനാണ് കെമിസ്ട്രി മാഷ് വിളിച്ചിരുന്നത്. ഇന്നും ഞാൻ ആ കാലത്തെ ഓർക്കും. എൻ്റെ അമ്മാമൻ എൻ്റെ ഈ ഹാബിറ്റൊക്കെ നിർത്തിയത് ശാസ്ത്രീയമല്ലാത്ത രീതിയിലാണെങ്കിൽ നല്ല ഒരു ഹാബിറ്റ് അല്ല അതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിർത്തി. അതിനുശേഷം കുറേ കാലം ഛർദ്ദിക്കാണ്ടൊക്കെ ഇരുന്നു. മുരിങ്ങക്കായ കഴിച്ചിട്ട് ആ ഛർദ്ദിക്കാൻ വെച്ചു. മുരിങ്ങക്കായ ഉപേക്ഷിച്ചു. അതേപോലെ പല പല ഫുഡുകളും ചിക്കൻ പിന്നെ മട്ടൻ ഒക്കെ കഴിച്ചിരുന്നു. മീൻ കുളത്തിൽ നിന്ന് ഇങ്ങനെ നീന്തി കളിച്ച് വരുമ്പോൾ തോർത്തിലിങ്ങനെ പിടിച്ചിട്ടാണ് ബ്രാലിനെ കൊണ്ടുവരിക. കണ്ണമീൻ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. അതിനെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അത് ചാവാറുമ്പോൾ തിരിച്ച് വെള്ളത്തിലും അങ്ങനെ ഓരോ കുസൃതിയുള്ള കാലം. അവസാനം 2015 ഒക്ടോബർ 28 വളരെയധികം കൂടി. ഉറക്കമൊഴിച്ചിട്ടായിരിക്കണം എന്ന് വിചാരിച്ചു. ഉറങ്ങാൻ പറഞ്ഞപ്പം ഞാൻ കേട്ടില്ല. അപ്പോഴും ഞാൻ ജോലിക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സീരിയസ് ആയി. അപ്പോൾ ഡോക്ടർ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് എന്നെ BEG ടെസ്റ്റ്, ഇപ്പോൾ വീഡിയോ എൻസിഫ്ലോ ഇലക്ട്രോണിക് ഗ്രാഫ് അങ്ങനെ എന്തോന്ന് ഫുൾ ഫോം മുഴുവൻ പറയാറില്ല. BEG ടെസ്റ്റ് ചെയ്തപ്പം മനസ്സിലായി. പലരും വിചാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചെറിയച്ഛൻ മരിച്ചപ്പം ഒരു വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ ശൈലജയാണ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എനിക്ക് സോറി എനിക്ക് ഓർമ്മ വന്നില്ല കുട്ടീനെ.